നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ആചാര്യവൈവിധ്യങ്ങൾ നിറഞ്ഞ മറ്റാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പറപ്പുറപ്പാട് ആരംഭിച്ചു. തൃശൂർ DCC പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് ചുമതലയേറ്റു. DIG ഓഫീസ് മാർച്ചിൽ KSU പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ ക്യാമ്പസ് തല പ്രതിഷേധം സംഘടിപ്പിച്ചു KSU പ്രവർത്തകർ. ഫെബ്രുവരി 14 രക്തസാക്ഷികളായ ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു വിമുക്ത ഭടന്മാരും CRPF ജീവനക്കാരും. വിശദമായ വാർത്തകളിലേക്ക്. ആചാരവൈവിധ്യങ്ങൾ നിറഞ്ഞ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പറപ്പുറപ്പാട് ആരംഭിച്ചു. രാത്രി 9:30 ഭഗവതിയുടെ പ്രതിനിധിയായി പോകുന്ന ഇളയതിനെ അവകാശികളായ എടുപ്പന്മാർ തോളിലേറ്റി ആർപ്പുവിളികളോടെ ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണം നടത്തിയ ശേഷം ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേ നടയിൽ വെച്ച് ആദ്യ ഹരിജൻ പറ സ്വീകരിക്കും. തുടർന്ന് ക്ഷേത്രത്തിനകത്തു വെച്ച് പൊതുപറകളും സ്വീകരിക്കും. ഇതോടെ മാമാങ്കാഘോഷങ്ങൾക്ക് തുടക്കമായി. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മച്ചാട് തിരുവാണിക്കാവിൽ ഇളയതാണ് പുറപ്പാടിന് നേതൃത്വം നൽകുക. കരുമത്ര, മണലിത്തറ, വിരിപ്പാക, പാർലിക്കാട്, മംഗലം എന്നീ പ്രധാന ദേശങ്ങൾ മത്സരിച്ച് പങ്കെടുക്കുന്ന മാമാങ്കം ഫെബ്രുവരി 18 തെക്കുംകര, വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട്, വേലൂർ, എരുമപ്പെട്ടി, കടങ്ങോട്, മാടക്കത്ര എന്നീ പഞ്ചായത്തുകളിലെ 5000-ലധികം വീടുകളിൽ ഇളയതിനെ തോളിലേറ്റി പറയെടുക്കാനെത്തും. മച്ചാട് മാമാങ്കത്തിന്റെ പറപ്പുറപ്പാടിൽ ചെണ്ടയ്ക്ക് സ്ഥാനമില്ല. പകരം കൊമ്പും കുഴലുമാണ് ഉണ്ടാകുക. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും മാമാങ്കപ്പറ വീടുകളിൽ വെക്കുന്നത് ഇവിടെ പ്രത്യേകതയാണ്. ക്ഷേത്രത്തിൽ നിന്ന് പറ പുറപ്പെടുന്നതോടെ മാമാങ്ക ദിവസം വരെ നാടൻ കലാരൂപങ്ങളും തിറ, പൂതൻ, കുമ്മാട്ടി, ആണ്ടി, നായാടി മുതലായവ വീടുകളിൽ എത്തും. ഇത്തവണത്തെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പുന്നമ്പറമ്പ് ദേശമാണ്. മാമാങ്കാഘോഷം 5 ദിവസത്തേക്ക് 50 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. തൃശൂർ DCC പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് ചുമതലയേറ്റു. നിലവിൽ DCC പ്രസിഡന്റ് ചുമതല ഉണ്ടായിരുന്ന VK ശ്രീകണ്ഠൻ MP ചുമതല ജോസഫ് ടാർജറ്റിന് കൈമാറി. അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, DCC വൈസ് പ്രസിഡന്റ്, മാതൃകാ അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ്, തലോർ തട്ടിൽ നടക്കിലാൽ വീട്ടിൽ ലേറ്റ് ജോസ് തട്ടിൽ മാസ്റ്ററുടെയും കൊച്ചുത്രേസ്യ ടീച്ചറുടെയും 4 മക്കളിൽ താഴെയുള്ള മകൻ, പ്രഥമ മേയർ ജോസ് കാട്ടുകാരന്റെ സഹോദരി പുത്രൻ, LLB തിരുവനന്തപുരം ലോ അക്കാദമി 30 വർഷമായി തൃശൂർ ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അഡ്വക്കേറ്റ് മേഗി ടാർജറ്റ്, ഭാര്യ, 2 പെൺമക്കൾ, ട്രീസ റോസ്, സെന്റ് അലോഷ്യസ് കോളേജ് ഗസ്റ്റ് ലെക്ചർ, സാലു ട്രീസ ഫൈനൽ BCom, PSGR കൃഷ്ണമ്മാൾ കോളേജ് കോയമ്പത്തൂർ. 1983 സെന്റ് തോമസ് കോളേജ് KSU യൂണിറ്റ് ഭാരവാഹിയായി തുടക്കം. യൂണിറ്റ് പ്രസിഡന്റ് 1987, 1988 KSU ജില്ലാ ജനറൽ സെക്രട്ടറി, 1988, 1993 യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി, 1993 മുതൽ 2023 യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, 2023-2028 DCC ജനറൽ സെക്രട്ടറി, 2028-2015 DCC വൈസ് പ്രസിഡന്റ്, 2015 ഇതുവരെ KPCC എക്സിക്യൂട്ടീവ് മെമ്പർ, 2018-2022 CN ബാലകൃഷ്ണൻ മുതൽ 11 DCC പ്രസിഡന്റുമാരോടൊപ്പം പ്രവർത്തിച്ചു. O അബ്ദുറഹ്മാൻ കുട്ടി പ്രസിഡന്റായിരുന്ന 2012 കാലം മുതൽ 2022 വരെ സംഘടനാ ചുമതല, 2008-2019 UDF പുതുക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ, പാലിയക്കര ടോൾ പ്ലാസ മനുഷ്യ വന്യജീവി സംഘർഷം, മലയോര പട്ടയം അതിരംപള്ളി പദ്ധതി, മണലിപ്പുഴ മലിനീകരണം, ചിറ്റക്കുന്ന് മരം മുറി, സർക്കാർ തദ്ദേശ വികസന ഫണ്ട് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നിരന്തരമായ ഇടപെടൽ. പുരുഷാരമാണ് എന്നോടുള്ള
സ്നേഹക്കൂടുതൽ കൊണ്ടോ ഒന്നും എത്തിയതല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ജില്ലയിൽ തിരിച്ചു വരണമെന്നുള്ള ഏറ്റവും വലിയ തിരിച്ചറിവാണ്. അതിനെനിക്ക് നമ്മോട് കൈകൂപ്പി അഭ്യർത്ഥിക്കാനുള്ളത്, ബഹുമാനരായ എന്നെ നിയമിച്ച നേതാക്കന്മാർ നിയമിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാചകം അത് തന്നെയാണ് ഇന്ന് ഈ വേദിയിലും നേതാക്കന്മാർ ആവർത്തിച്ചത്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടു ഞാൻ എന്ത് പരിഹാര മാർഗവുമില്ല. പക്ഷെ എനിക്ക് കൈകൂപ്പി അഭ്യർത്ഥിക്കാനുള്ളത്, ഒരാളെയും ഇതിൽ നിന്ന് ഒഴിവാക്കാനായി ആരും അഭ്യർത്ഥനയായി നമുക്ക് എല്ലാവരും വേണം. ഒരാളെ മാറ്റി നിർത്തിയാൽ ചിലപ്പോൾ ആ ഒരു വോട്ടുമയായിരിക്കും നമുക്ക് പരാജയം സംഭവിക്കും. അതുകൊണ്ട് ആരെയും മാറ്റി നിർത്താൻ നിങ്ങൾ ആവശ്യപ്പെടുന്നു. ഒഴിവായവരെ കൂട്ടിച്ചേർക്കാൻ ആവശ്യമുള്ളവരാണെന്ന് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടാൽ നമുക്ക് അവരെ ഓപ്റ്റ് ചെയ്യാം, ഉൾക്കൊള്ളാം, ഒരുമിച്ചുകൊണ്ട്. ഒരാളെയും ഗുരുതരമായ കൃത്യവിലോപം നടത്തിയതിന്റെ പേരിൽ ഒഴികെ ആരെയും മാറ്റി നിർത്താൻ നിങ്ങൾ ആവശ്യം. പാർട്ടി വലിയ പ്രതിസന്ധിയാണ്. പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കും. വലിയൊരു സമയം കേന്ദ്രത്തിൽ അത് ആഗ്രഹിച്ചു, കേരളത്തിൽ അതിന്റെ പ്രതിഫലനമാണ്. കേരള ജനത അങ്ങനെ മതേതരമാണ് അവരുടെ മുഖം. അത് ആവർത്തിക്കുന്നു. അത് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പാർലമെന്റിൽ നമുക്ക് വിജയിക്കാൻ. കേരളത്തിൽ 10, 8, 9 വർഷക്കാലമായി നടക്കുന്ന പിണറായി വിജയന്റെ ഭരണത്തിൽ ജനം മനംനൊന്ന് നിൽക്കുകയാണ്. ഫെബ്രുവരി 16 നടക്കുന്ന മച്ചാട് മാമാങ്കം മണലിത്തറ ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിനും 18 നടക്കുന്ന ഉത്രാളിക്കാവ് പറപ്പുറപ്പാട് ദിവസവുമാണ് വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചത്. രണ്ടിനും ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നു. ഡിഐജി ഓഫീസ് മാർച്ച് KSU പ്രവർത്തകർക്കു നേരെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് KSU ക്യാമ്പസ് തല പ്രതിഷേധം സംഘടിപ്പിച്ചു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനും സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് ആന്റണി എന്നിവർക്കും പരിക്ക്. ഡിസോൺ കലോത്സവം അലങ്കോലപ്പെടുത്തുവാൻ ബോധപൂർവമായ നീക്കം നടന്നതായി രമേശ് ചെന്നിത്തല. നാളെ KSU സംസ്ഥാന വ്യാപകമായി ക്യാമ്പസ് തല പ്രതിഷേധം സംഘടിപ്പിക്കും. പ്രവർത്തകർക്ക് നേരെ 7 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തെ തുടർന്നുണ്ടായ അക്രമത്തിൽ പ്രതികളായ SFI പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഡിഐജി ഓഫീസ് മാർച്ചിൽ സംഘർഷം. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് 1 മണിയോടെ പടിഞ്ഞാറെ നടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഡിഐജി ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഡിസോൺ കലോത്സവം അലങ്കോലപ്പെടുത്തുവാൻ ബോധപൂർവമായി നീക്കം നടന്നതായി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏകപക്ഷീയ സമീപനമാണ് ഉണ്ടായതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാർജറ്റ്, MP വിൻസെന്റ്, അനിൽ അക്കര, ജോസ് വള്ളൂർ, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അരുൺ രാജേന്ദ്രൻ, M സെബാസ്റ്റ്യൻ, ജില്ലാ പ്രസിഡന്റുമാരായ നിഖിൽ കണ്ണാടി, സൂരജ്, AD തോമസ്, ജവാദ് പുത്തൂർ, ഗൗതം ഗോകുൽദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനീഷ് ആന്റണി, ആദേശ് സുധർമൻ, മുപ്പാസ് ഓടക്കാലി, സിംജോ സാമുവേൽ, അജാസ് കുഴൽമന്നം, അല്ലമീൻ അഷ്റഫ്, സിജോ സാമുവേൽ സക്കറിയ, മാഹിൻ മുപ്പത്തിൽ ചിറ, മിവ ജോളി, കണ്ണൻ നമ്പ്യാർ, ബേസിൽ പാറേക്കുടി, ആസിഫ് മുഹമ്മദ്, ജിഷ്ണു രാഘവ്, അമ്പദ് ലുത്ഫി, അൻസിൽ ജലീൽ, ജെറിൻ ജേക്കബ് പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് 1 മണിക്കൂറോളം പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. 7 തവണയാണ് ശക്തമായി ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗത്തിലും തുടർന്ന് പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, ജനറൽ സെക്രട്ടറിമാരായ അനീഷ് ആന്റണി, മിവ ജോളി, ആദേശ് സുധർമൻ തുടങ്ങിയവർക്ക് പരിക്കേറ്റു. KSU സംസ്ഥാന പ്രസിഡന്റിനെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപന് നേരെയും പോലീസ് അതിക്രമമുണ്ടായി. KSU സംസ്ഥാന പ്രസിഡന്റിനെയും ഭാരവാഹികളെയും യാതൊരു പ്രകോപനവും കൂടാതെ മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെ സംസ്ഥാനത്തുടനീളം നാളെ ക്യാമ്പസ് തല പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിച്ചു.
ആ യൂണിവേഴ്സിറ്റിയുടെ ഭരണത്തെ അട്ടിമറിക്കാനും വിദ്യാർത്ഥികളുടെ കലോത്സവം നടത്താതിരിക്കാനും ബോധപൂർവമായി SFI ശ്രമിക്കുകയാണ്. കലാലയങ്ങളിൽ നിന്ന് SFIയുടെ സ്വാധീനം കുറയുന്നു, ഇല്ലാതാകുന്നു. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ അക്രമങ്ങളെല്ലാം. എത്രയോ വർഷങ്ങളായി ഇവിടെ SFI കലോത്സവം നടത്തുന്നു. അപ്പോഴൊന്നും ഒരിക്കലും KSUക്കാർ പോയി അക്രമം നടത്തിയിട്ടില്ല. ഇവിടെ ഡീസോൺ കലോത്സവം സമാധാനപരമായി നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ആ കലോത്സവത്തെ തകർക്കാൻ, അലങ്കോലപ്പെടുത്താൻ ബോധപൂർവമായ നീക്കമാണ് നടത്തിയത്. അവർ ഭരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി യൂണിയനെ ഞങ്ങളുടെ കുട്ടികൾ പോയി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നില്ലല്ലോ. അപ്പോൾ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഭ്രാന്തിളകിയ SFIയും CPM നേതൃത്വവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ വിഷയം. ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമാണ്. അതിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഞാൻ അവരെ ജയിലിൽ പോയി കണ്ടതാണ്. എന്നാൽ അവരെ മർദ്ദിച്ചവർക്കെതിരായി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? KSUക്കാരെ മർദ്ദിച്ചവരുടെ പേരിൽ പോലീസ് ഒരു നടപടി സ്വീകരിക്കുന്നത് ഏകപക്ഷീയമായ പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. കുറ്റം ചെയ്ത രണ്ടു കൂട്ടരെയും മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നുള്ളതല്ലേ പോലീസിന് ചെയ്യേണ്ടതായിട്ടുള്ളത്? ദൗർഭാഗ്യവശാൽ പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു. KSUക്കാർക്ക് നേരെ മാത്രം കേസെടുക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു. അവിടെ അക്രമങ്ങൾ നടത്തിയ SFIക്കാരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അവരെ താലോലിക്കുന്നു? ഇതിനെതിരായിട്ടാണ് KSUവിന്റെ ഈ മാർച്ച്. ഡീസോൺ കലോത്സവം നടക്കുമ്പോൾ സംശയം വേണ്ട, SFI എത്ര വിചാരിച്ചാലും ഈ കലോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റ് കോർപ്പറേഷൻ ഒല്ലൂക്കര ഡിവിഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് CA ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സിയാബ് സംസാരിച്ചു. തൊഴിൽ നികുതി വർധന പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ മാലിന്യ ഫീസ് തോതനുസരിച്ച് ക്രമീകരിക്കുക, ലൈസൻസുമായി ബന്ധപ്പെട്ട അനാവശ്യ നിബന്ധനകൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഫെബ്രുവരി 14 ഏകോപന സമിതി വ്യാപാരി വ്യവസായി 14 ഫെബ്രുവരി 14 വ്യാപാരൈക്യം സിന്ദാബാദ് വ്യാപാരൈക്യം സിന്ദാബാദ് വ്യാപാരൈക്യം സിന്ദാബാദ് വ്യാപാരൈക്യം സിന്ദാബാദ് വ്യവസായൈക്യം സിന്ദാബാദ് വ്യവസായൈക്യം സിന്ദാബാദ് വ്യവസായൈക്യം സിന്ദാബാദ് വ്യവസായൈക്യം സിന്ദാബാദ് ഏകോപന സമിതി സിന്ദാബാദ് ഏകോപന സമിതി സിന്ദാബാദ്. മുല്ലക്കര ജാറം ഫക്കീർ മുഹമ്മദ് വലിയുള്ളാഹിയുടെ ചന്ദനക്കുടം നേർച്ച വിവിധ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. ആണ്ടുനേർച്ച ദിനമായ വ്യാഴാഴ്ച പാണ്ടിപ്പറമ്പ് സൂര്യനഗർ ദേശത്തിന്റെ നേതൃത്വത്തിൽ ചിറക്കാക്കോട് ക്ഷേത്രത്തിൽ നിന്നും മതസൗഹാർദ്ദം വിളിച്ചോതി പറനിറച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് രാത്രി 7 മുതൽ 10 മണിവരെ മെഗാ ബാൻഡ് ഷോയും ശിങ്കാരിമേളവും ഒരുക്കി. കൂടാതെ അറമ്പനമുട്ടും ഉണ്ടായിരുന്നു. ചടങ്ങുകൾ CTV തത്സമയം സംപ്രേഷണം ചെയ്തു.
മാതൃരാജ്യത്തിനായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച CRPF ധീരജവാന്മാരുടെ ത്യാഗത്തിന്റെ 6ാം വാർഷികമാണ് ഫെബ്രുവരി 14 അമർ ജവാൻ ജ്യോതിക്ക് മുമ്പിൽ നടത്തി. ഓരോ ഭാരതീയന്റെയും ഇടനെഞ്ചിലേറ്റ ആ മുറിവിന്റെ വേദന ഉണങ്ങാതെ ഇന്നും എരിയുന്നുണ്ട്. 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ CRPF വാഹനത്തിന് നേരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ആക്രമണം നടത്തിയത്. തൃശ്ശിവപേരൂർ CRPF കൂട്ടായ്മ ദേശത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ആ ധീരജവാന്മാരെ അനുസ്മരിച്ച് അയ്യന്തോൾ യുദ്ധസ്മാരകത്തിൽ അനുസ്മരണ ചടങ്ങ് നടത്തി. രാവിലെ 9:45 നടത്തുന്ന ചടങ്ങിൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഒരു പിടി രക്തപുഷ്പം അർപ്പിക്കുവാൻ വിശിഷ്ട വ്യക്തി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് രാജൻ AC, CRPF ജവാന്മാരും വിമുക്ത ഭടന്മാരും നാട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും കുടുംബാംഗങ്ങളും എത്തിച്ചേർന്നു. ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. അങ്കണവാടി പരിശീലന പദ്ധതി പ്രകാരം ഫെബ്രുവരി 28 മുതൽ മാർച്ച് 17 വരെയുള്ള 14 പ്രവൃത്തി ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന അങ്കണവാടി ഹെൽപ്പർമാരുടെ ഓറിയന്റേഷൻ പരിശീലനത്തിന് 50 പേർക്ക് രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണവും ദിവസം 2 നേരം ചായ, സ്നാക്സ് എന്നിവയും തൃശൂർ ജവഹർ ബാലഭവനിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നതിന് താൽപര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. 1,82,000 രൂപയാണ് അടങ്കൽ തുക. ടെൻഡറുകൾ ഫെബ്രുവരി 25 ഉച്ചയ്ക്ക് 3 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ചെമ്പുകാവിലെ മിനി സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാതല ICDS സെല്ലുമായി ബന്ധപ്പെടുക. ഫോൺ 0487 23 21 698 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മാമാങ്കത്തിനൊരുങ്ങി മണലിത്തറ ദേശം. ഫെബ്രുവരി 16 രാത്രി 8:30 മണലിത്തറ ദേശം കേറ്റിപ്പാടത്ത് സാമ്പിൾ വെടിക്കെട്ട് ഒരുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമാനുസൃതമായ വെടിക്കെട്ടാണ് നടത്തുന്നത്. മാമാങ്ക ദിനത്തിൽ എഴുന്നള്ളിപ്പിന്റെ ഭാഗമായുള്ള ആചാരപരമായ വെടിക്കെട്ട് ഉച്ചയ്ക്ക് 12 നടക്കും. ഞായറാഴ്ച 6:30 കുനിശ്ശേരി അനിയന്മാരാർ, കലാമണ്ഡലം കുട്ടിനാരായണൻ, പാഞ്ഞാൾ വേലുട്ടി, മച്ചാടി രാമചന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഗംഭീര നടപ്പുര പഞ്ചവാദ്യം അരങ്ങേറും. ഫെബ്രുവരി 17 തിങ്കളാഴ്ച വൈകിട്ട് 4:30 നാടുണർത്തൽ, 6 പഞ്ചമതലക്കേളി, തുടർന്ന് 9 ദേശസദ്യ തുടങ്ങിയവയും നടക്കും. ഫെബ്രുവരി 18 മാമാങ്ക ദിനത്തിൽ രാവിലെ 7 കുംഭം കുട പുറപ്പാട്, 12 മണിക്ക് ആചാരപരമായ കരിമരുന്ന് പ്രയോഗത്തിനു ശേഷം കുംഭം കുട അകമ്പടിയോടെയുള്ള കുതിര എഴുന്നള്ളിപ്പ് നടക്കും. വാർത്താ സമ്മേളനത്തിൽ മണലിത്തറ ദേശം പ്രസിഡന്റ് രാജീവ് മൂത്തമ്മന, സെക്രട്ടറി സോമസുന്ദർ തേർക്കിൽ, O ശ്രീകൃഷ്ണൻ, PV വിനയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ADMന്റെ അവിടെ നിരസിക്കുകയും ഹൈക്കോടതി പോയി മച്ചാട് മണലിത്തറ ദേശം അതിനുള്ള അനുമതി നേടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ അനുമതി ലഭിച്ചതായോ അല്ലെങ്കിൽ ഒരു അപേക്ഷയോ മുന്നോട്ട് പോയതോ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഫയർഫോഴ്സ് ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അതേപോലെ തന്നെ ഇൻഷുറൻസ്, ഇത് കാണാൻ വരുന്ന നിരവധിയായ ആളുകളുടെ സംരക്ഷണം കൂടി ദേശം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഇൻഷുറൻസും കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അതിനുള്ള അനുമതി മറ്റു ഉപയോഗമല്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇപ്പോൾ ഗവൺമെന്റ് പെസോടെ അനുമതിയോടുകൂടി പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 16 ഞായറാഴ്ചയും 18 ഞങ്ങൾ നിയമം പറയുന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിനുള്ളിൽ നിന്നുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. മണലിത്തറ ദേശത്തെ സംബന്ധിച്ചിടത്തോളം കുംഭക്കുളം എന്ന് പറഞ്ഞാൽ മച്ചാട് മാമാങ്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മണലിത്തറ ദേശത്തിന് തിരിച്ചെത്താം അവരുടെ വേലയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487 237 2374.
മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കിണറ്റിൽ കണ്ട മൃതദേഹം കൊലപാതകം, പ്രതി പിടിയിൽ. കൂർക്കഞ്ചേരി തങ്കമണിക്കയറ്റത്തിന് സമീപമുള്ള പറമ്പിലെ കിണറ്റിൽ ഊരകം വല്ലച്ചിറ സ്വദേശിയായ നായരുപറമ്പിൽ വീട്ടിൽ തങ്കപ്പൻ മകൻ സന്തോഷ് എന്നയാളുടെ കിണറ്റിൽ കണ്ട മൃതദേഹം. തുടർന്ന് ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പ്രതിയായ തൃശൂർ വെളുത്തൂർ പാറക്കാട് സ്വദേശിയായ പൊറക്കോട്ട് വീട്ടിൽ വിനയനെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 8-നാണ് തൃശൂർ മെട്രോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ കാട് പിടിച്ചു കിടക്കുന്ന ഒരു കിണറ്റിൽ ഒരാളുടെ മൃതദേഹം കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നത്. സ്റ്റേഷനിൽ നിന്ന് CI ജിജോയും പാർട്ടിയും സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ ഏകദേശം 4 ദിവസത്തോളം പഴക്കമുള്ള ദുർഗന്ധം വന്ന് പുഴുവരിച്ചു തുടങ്ങിയ രീതിയിൽ ഒരു പുരുഷ ശരീരം ബോഡി പുറത്തെടുത്ത് പരിശോധിച്ചതിൽ പുറമെ പരിക്കുകളൊന്നും ഇല്ലാത്ത 55 വയസ്സോളം പ്രായം തോന്നുന്ന ശരീരം. ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ പ്രാഥമിക നിഗമനം വെള്ളം കുടിച്ച് മരിച്ചതാകാമെന്നായിരുന്നു. മൃതദേഹത്തിൽ ധരിച്ച ഡ്രസ്സിന്റെ പോക്കറ്റിൽ നിന്നും ലഭിച്ച ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നും മരിച്ച ആളുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പിന്നീട് തൃശൂർ ടൗൺ ACP സലീഷ് N ശങ്കരനും ഈസ്റ്റ് CI ജിജോയും വിവരങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറെ ധരിപ്പിക്കുകയും കമ്മീഷണർ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് രഹസ്യമായി അന്വേഷിക്കുവാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ACPയുടെയും CIയുടെയും കീഴിൽ പ്രത്യേക അന്വേഷണ സംഘം രഹസ്യാന്വേഷണം ആരംഭിച്ചു. അന്വേഷണ സംഘം സംഭവസ്ഥലം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബലപ്രയോഗത്തിന്റെയോ അടിപിടി നടന്നതോ ആയ ഒരു ലക്ഷണവും കണ്ടെത്താനായില്ല. ആകെ കിട്ടിയത് ഒരു ബിവറേജ് ബില്ല് മാത്രമായിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിൽ ബില്ലിന്റെ സമയം വെച്ച് CCTV പരിശോധിച്ച് ബില്ലുടമയെ കണ്ടെത്തുകയും ഡ്രസ് കോഡിലൂടെ ബിവറേജിലെത്തിയത് മരണപ്പെട്ട ആൾ തന്നെയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. തുടർന്നുള്ള പരിശോധനയിൽ മരണപ്പെട്ട ആൾ ഒറ്റയ്ക്കല്ല, കൂടെ വേറെയും ആളുകളുണ്ടെന്ന് കണ്ടെത്തി. പിന്നീടുള്ള രഹസ്യമായ അന്വേഷണത്തിൽ കൂടെയുള്ളവരെ പിടികൂടുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിയുകയും പ്രതിയെ ഗുരുവായൂരിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. കമ്മീഷണർ ഇളങ്കോ R IPSന്റെ നിർദ്ദേശത്തിൽ തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് N ശങ്കറിന്റെ നേതൃത്വം വഹിച്ച അന്വേഷണ സംഘത്തിൽ
ഈസ്റ്റ് ഇൻസ്പെക്ടർ MJ ജിജോ, സബ് ഇൻസ്പെക്ടർമാരായ ബിപിൻ P നായർ, അനിൽകുമാർ, അനുശ്രീ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദുർഗാലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിമൽ ഹരീഷ്, ദീപക്, സൂരജ്, അജ്മൽ, നബീസ് തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. പ്രത്യേക രാത്രികാല പരിശോധന. നിരോധിത മയക്കുമരുന്നുമായി അന്തർ സംസ്ഥാന ബസ് യാത്രികൻ പിടിയിൽ. നിരോധിത മയക്കുമരുന്നായ കഞ്ചാവുമായി പിടിയിലായത് ബാംഗ്ലൂർ സ്വദേശി. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സിലെ യാത്രക്കാരൻ കഞ്ചാവുമായി അറസ്റ്റിൽ. കർണാടക ബാംഗ്ലൂർ വിദ്യാനഗർ സ്വദേശി സൂരജ് ഗോപകുമാറിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP K. സുമേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മയക്കുമരുന്ന് കടത്തലിനെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS ആവിഷ്കരിച്ച പ്രത്യേക രാത്രികാല വാഹന പരിശോധനയിൽ പുലർച്ചെയോടെ സംശയം തോന്നി പ്രസ്തുത ബസ്സിലെ യാത്രക്കാരെ പരിശോധിച്ചത്. സൂരജിന്റെ കയ്യിലുണ്ടായിരുന്ന ബോക്സിൽ രഹസ്യമായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കൊരട്ടിയിൽ ചാലക്കുടി സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സ്ക്വാഡും കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ അമൃത് രംഗിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ചോദ്യം ചെയ്യലിൽ കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുകയാണെന്നും അടൂരിലേക്കുള്ള യാത്രയിലാണെന്നും ഇയാൾ പോലീസിനെ അറിയിച്ചു. കേസിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് സംഘം പറഞ്ഞു. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങൾ ഉൾപ്പെടുന്ന അക്രമങ്ങൾ അടുത്തിടെ വർദ്ധിച്ചതോടെ ഇത്തരം ക്രിമിനലുകൾക്കെതിരെ കർശന നടപടികൾ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. അതിന്റെ ഭാഗമായി നടത്തിയ രാത്രികാല വാഹന പരിശോധനയിലാണ് സൂരജ് നിരോധിത മയക്കുമരുന്നുമായി പിടിയിലാകുന്നത്. സമാനമായ പരിശോധനയിൽ കുപ്രസിദ്ധ ലഹരി കടത്തുകാരൻ കിങ്ങിണി ഷിജോയെയും 50 ഗ്രാമോളം രാസലഹരിയുമായും ജംഷാദ് എന്നയാളെ 160 ലിറ്റർ അനധികൃത മാഹി മദ്യവുമായും ചാലക്കുടി ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരുന്നു. ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, ബിനു MJ, ഷിജോ തോമസ്, സൈബർ സെൽ ഉദ്യോഗസ്ഥർ രജീഷ് PV, കൊരട്ടി അഡീഷണൽ SI ഷിബു CP, സീനിയർ CPOമാരായ നിഖിലൻ, സജീഷ് കുമാർ, CPO മണികുട്ടൻ തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് തെക്കുംകര പഞ്ചായത്തും ജില്ലാ വ്യവസായ വകുപ്പും വിവിധ മാമാങ്ക കമ്മിറ്റികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മച്ചാട് കാർണിവലിനെ തിരിതെളിഞ്ഞു. തെക്കുംകര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ആരംഭിച്ച കാർണിവൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK ശ്രീജ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, K. രാമചന്ദ്രൻ, CDS ചെയർപേഴ്സൺ അജിത സുനിൽ, വാർഡ് മെമ്പർ C. സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി Dr. TN ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. മാമാങ്ക കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സഹകരണ സംഘം പ്രസിഡന്റുമാർ, ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കൊല്ലം നാട്ടുമൊഴി അവതരിപ്പിച്ച മണ്ണുടയോർ നാടൻ പാട്ടും നടന്നു. കാർണിവൽ ഈ മാസം 20 വരെയാണ് നടക്കുക. സ്നേഹം പങ്കിടാതെ മനുഷ്യനും തമ്മിലുള്ള പവിത്രമായ സ്നേഹബന്ധമാണ് ഏറ്റവും വലിയ ഉദാത്തമായ മാതൃക എന്നതിൽ നിന്ന് മാറി നേരത്തെ പറഞ്ഞ പോലെ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുക, നമ്മളുടെ മറ്റു പലതിലേക്കും ഒരുങ്ങുന്ന കാലത്ത് ഇത്തരത്തിലുള്ള നാടിൻ്റെ ഉത്സവങ്ങൾ നമ്മുടെ ഒരുമയുടെ, നമ്മുടെ വികസനത്തിൻ്റെ, നമ്മുടെ സ്നേഹത്തിൻ്റെ, നമ്മുടെ കാരുണ്യത്തിൻ്റെ, സഹജീവി സ്നേഹത്തിൻ്റെ എല്ലാം കൂട്ടായ്മകളായി മാറേണ്ടതുണ്ട്. അങ്ങനെ കൂട്ടായ്മകളായി മാറുമ്പോൾ ആ കൂട്ടായ്മയ്ക്ക് വേദിയാകാൻ ഇത്തരത്തിൽ നമുക്ക് ഒന്നിക്കാൻ കഴിയുന്ന ഒരുപാട് ഉത്സവങ്ങൾ ഉണ്ടാകേണ്ടത്. നാട്ടിലെ ക്ഷേത്ര ഉത്സവങ്ങളായാലും നാട്ടിലെ പള്ളിപ്പെരുന്നാളുകളായാലും നാട് ഏറ്റെടുക്കുന്ന എല്ലാ ഒരുമയുടെ ആഘോഷങ്ങളായാലും അതിൽ നമുക്ക് ഒരുമിച്ച് ചേരുക എന്നുള്ളത് തന്നെയാണ് ഈ കാലഘട്ടം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട്. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഒഴിവ്. ഇടുക്കിയിലെ തൊടുപുഴയിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഒഴിവുള്ള മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 1455 രൂപയാണ് ദിവസവേതനം. 2024 ജനുവരി 1 41 വയസ്സ് കവിയാത്ത BA MS ബിരുദവും കൗമാര വൃത്യത്തിൽ ബിരുദാനന്തര ബിരുദവും
കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ അതത് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എക്സ്ചേഞ്ചിലോ പ്രാദേശിക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫെബ്രുവരി 20 മുൻപായി ഹാജരാകണം. ഫോൺ 0484231294 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ഓപ്പറേഷൻ കാപ്പ തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ടകളായ സലോഷ്, മിഥുൻ എന്നിവരെ നാടുകടത്തി. തൃശൂർ ജില്ലയിലെ കുപ്രസിദ്ധ ഗുണ്ടകളായ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചു വരുന്ന വെളൂക്കര വില്ലേജിൽ ഡോക്ടർ പടി ദേശത്ത് ചെമ്പരന്ത് വീട്ടിൽ സലോഷ്, കൊമ്പാറ ദേശത്ത് ചെറുപറമ്പിൽ മിഥുൻ എന്നിവരെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. സലോഷ് 2022 ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോട്ടോർ സൈക്കിൾ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യത്തിന് ഒരു കേസിലെ പ്രതിയും 2023 കാറിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയും അപഹരിക്കുകയും കാറുടമസ്ഥനെ വധിക്കുവാൻ ശ്രമിച്ച കേസിലെ പ്രതിയും 2022 മറ്റൊരു വധശ്രമ കേസിലെ പ്രതിയും അടക്കം 3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. മിഥുൻ 2022 വധശ്രമ കേസിലെ പ്രതിയും 2024 കള്ളുഷാപ്പിലെ ജീവനക്കാരൻ സൗജന്യമായി കള്ളു കൊടുക്കാത്തതിലെ വിരോധത്താൽ വധിക്കുവാൻ ശ്രമിച്ച കേസിലെ പ്രതിയും 2023 കാറിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയും അപഹരിക്കുകയും കാറുടമസ്ഥനെ വധിക്കുവാൻ ശ്രമിച്ച കേസിലെ പ്രതിയും 2021 തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചാ കേസടക്കം 4 കേസിലെ പ്രതിയുമാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇരിഞ്ഞാലക്കുട പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർ CM ക്ലീറ്റസ്, ദിനേശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജയ്കുമാർ തുടങ്ങിയവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. വി കൃഷ്ണകുമാർ IPS തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം 29 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 18 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചും 11 പേരെ ജയിലിൽ അടച്ചിട്ടുള്ളതുമാണ്. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്രന്റീസ് നഴ്സ്, പാരാമെഡിക്കൽ അപ്രന്റീസ് ഒഴിവ്. തൃശൂർ ജില്ലയിലെ താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രികളിൽ ഒഴിവുള്ള 46 അപ്രന്റീസ് നഴ്സ്, പാരാമെഡിക്കൽ അപ്രന്റീസ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്രന്റീസ് നഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. BSc നഴ്സിംഗ് യോഗ്യതയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പരിഗണിച്ച ശേഷമേ ജനറൽ നഴ്സിംഗ് യോഗ്യതയുള്ളവരെ പരിഗണിക്കുകയുള്ളൂ. പാരാമെഡിക്കൽ അപ്രന്റീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഡയറക്ടേഴ്സ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിച്ച മെഡിക്കൽ കോഴ്സ് പാസ്സായിരിക്കണം. 21നും 35നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2 വർഷമാണ് പരിശീലന കാലാവധി. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം
ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, സിവിൽ സ്റ്റേഷൻ അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ ഫെബ്രുവരി 25 വൈകിട്ട് 5 അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 0477236031 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പിടികിട്ടാപ്പുള്ളി 8 വർഷത്തിന് ശേഷം അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ പരിധിയിലുള്ള വടശ്ശേരി കോളനി പരിസരത്ത് 2016 മെയ് മാസത്തിൽ മുഹമ്മദ് സക്കീർ എന്നയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ച കാര്യത്തിലെ കേസിലെ പ്രതിയായ ജിത്തു വയമ്പനാട് വീട് കണ്ടംകുളം ദേശം മേത്തല വില്ലേജ് എന്നയാളെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 13 വൈകുന്നേരം 4 മണിയോടെ കൊടുങ്ങല്ലൂർ SHO അരുൺ BKയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ GSCPO ഷമീം, GSCPO ബിനിൽ, CPO VP ഗോപേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നാട്ടിലും വീട്ടിലും ഇടയ്ക്കിടെ വരുന്ന പ്രതിയെ നിരന്തരം നിരീക്ഷിച്ചിരുന്ന പോലീസ് സംഘം ഇയാൾ നാട്ടിലെത്തിയ അവസരത്തിലാണ് അറസ്റ്റ് നടത്തിയത്. ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂൾ വാർഷികാഘോഷത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക വർണ്ണച്ചിറകുകൾ, SSK പദ്ധതിയുടെ ഭാഗമായ ബണ്ടിംഗ് റൈറ്റേഴ്സ് ശില്പശാല പ്രവർത്തനങ്ങൾ അടങ്ങിയ വാർത്താപത്രിക മുകുളങ്ങൾ എന്നിവ മേയർ MK വർഗീസ് പ്രകാശനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് ബിന്ദു KP, വിദ്യാരംഗം കൺവീനർ സിന്ധു K, സ്കൂൾ ലീഡർ അരുണിമ തുടങ്ങിയവർക്ക് നൽകുന്നു. കൗൺസിലർ റെജി ചോയ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും ഡാൻസറുമായ ഗായത്രി പത്മനാഭൻ, വിരമിക്കുന്ന അധ്യാപകരായ സുമം, മിനിമോൾ തുടങ്ങിയവർ സമീപമുണ്ടായിരുന്നു. ചരിത്രപ്രസിദ്ധമായ കുട്ടനല്ലൂർ ഭഗവതിയുടെ പൂരം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉത്സവ ദിനമായ വെള്ളിയാഴ്ച രാവിലെ സോപാന സംഗീതം, തുടർന്ന് നടത്തിയ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണിമംഗലം വല്ലഭൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ആറാട്ടെഴുന്നള്ളിപ്പ്, പകൽപൂരം പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം, രാത്രി വീപ്പിൽ ശാസ്താവ്, ചെമ്പൂർ ശാസ്താവ്, പനങ്ങാട്ടുകര ശാസ്താവ് എന്നിവരുടെ എഴുന്നള്ളിപ്പ്, ഭഗവതി പൂരം എന്നിവയും നടത്തി. പൂരം പുറപ്പാട് മുതൽ ക്ഷേത്രത്തിൽ ഓരോ ദിവസവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ, കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആചാര്യവൈവിധ്യങ്ങൾ നിറഞ്ഞ മറ്റാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പറപ്പുറപ്പാട് ആരംഭിച്ചു.
തൃശൂർ DCC പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ടാർജൻ ചുമതലയേറ്റു. DIG ഓഫീസ് മാർച്ചിൽ KSU പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ ക്യാമ്പസ് തല പ്രതിഷേധം സംഘടിപ്പിച്ചു KSU പ്രവർത്തകർ. ഫെബ്രുവരി 14 രക്തസാക്ഷികളായ ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു വിമുക്ത ഭടന്മാരും CRPF ജീവനക്കാരും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.